ലോകത്തെ വിറപ്പിച്ച ഭീകരാക്രമണത്തിന് 23 വർഷം പിന്നിട്ടിരിക്കുന്നു. വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് മുൻപും ശേഷവും ഭീകരവാദത്തെ ഇങ്ങനെ വേർതിരിക്കുന്നു. 2001 സെപ്റ്റംബർ 11 അൽ-ഖ്വയ്ദ ഭീകരർ അമേരിക്കയ്ക്ക് നേരെ നടത്തിയ ആക്രമണം അത്രമേൽ ലോകത്തെ മാറ്റിമറിച്ചു. അന്ന് തകർന്നു വീണ കെട്ടിടത്തിൽ പകർന്ന തീ ഇന്നും ലോകത്തിൻ്റെ നെഞ്ചിൽ എരിയുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു വാർത്ത കേൾക്കരുത് എന്ന് ലോകം പ്രാർത്ഥിച്ചെങ്കിലും ഒടുവിൽ അതും സംഭവിച്ചിരിക്കുന്നു. റഷ്യയിലെ കസാനിൽ കെട്ടിടങ്ങൾക്ക് നേരെയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ മോഡൽ ആക്രമണം നടന്നിരിക്കുന്നത്. 8ഓളം ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. ഉയരം കൂടിയ നിരവധി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കെട്ടിടങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. അതേസമയം ഒരു ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടതായി വാർത്താ ഏജൻസിയായ സ്പുട്നിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കസാൻ അധികൃതർ ആക്രമിക്കപ്പെട്ട കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ആക്രമണത്തെ തുടർന്ന് കസാൻ വിമാനത്താവളവും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. മോസ്കോയിൽ നിന്നും 800 കിലോമീറ്റർ അകലെയാണ് കസാൻ. കഴിഞ്ഞ ദിവസം റഷ്യയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ യുക്രൈനിലെ 6 എംബസി കെട്ടിടങ്ങൾ തകർന്നിരുന്നു. അർജൻറ്റീന, അൽബേനിയ, നോർത്ത് മാസഡോണിയ, പോർച്ചുഗീസ്, പലസ്തീൻ, മോണ്ടിനെഗ്രോ എന്നീ രാജ്യങ്ങളുടെ എംബസികൾക്കാണ് റഷ്യൻ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചത്. ഇതിന് പ്രതികാരമായാണ് യുക്രൈൻ സെപ്റ്റംബർ 11 മോഡൽ പ്രയോഗിച്ചതെന്നാണ് സൂചന. റഷ്യൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ചികിത്സ തുടരുന്നതായും കീവ് സിറ്റി മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. 5 ബാലസ്റ്റിക് മിസൈലുകളാണ് റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചതെന്നും അവ യുക്രൈനിയൻ വ്യോമസേന തടഞ്ഞിട്ടെന്നും യുക്രൈൻ്റെ എയർഫോഴ്സ് കമാൻഡ് അറിയിച്ചു. റഷ്യൻ ആക്രമണത്തിന് പിന്നാലെ അതിർത്തി പ്രദേശമായ കുർസ്കിലെ റീൽസ് പട്ടണത്തിൽ യുക്രൈൻ റഷ്യയെ തിരിച്ചടിച്ചു. ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച റഷ്യയിലെ രാസവസ്തു നിർമ്മാണ കേന്ദ്രം ലക്ഷ്യമിട്ട് യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണം പാശ്ചാത്യ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി റഷ്യ തിരിച്ചടിക്കുകയും ചെയ്തു. എന്നാൽ യുക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തെ ഹീനപ്രവൃത്തിയെന്നാണ് യൂറോപ്യൻ യൂണിയൻ വിമർശിച്ചത്. അടുത്തിടെ യുക്രൈനെതിരെ റഷ്യ ഇൻ്റർകോണ്ടിനെൻ്റൽ മിസൈൽ പ്രയോഗിച്ചിരുന്നു. ആദ്യമായാണ് ഒരു രാജ്യത്തിന് നേരെ റഷ്യ ഇൻ്റർകോണ്ടിനെൻ്റൽ മിസൈൽ പ്രയോഗിക്കുന്നത്. 5800 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ പതിച്ചത് യുക്രൈനിലെ നിപ്രോയിലെ പ്രധാന കെട്ടിടങ്ങൾക്ക് നേരെയാണ്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകിയതോടെ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്.